ഹലോ, മുളകും മല്ലിയും തേങ്ങയൊക്കെ നന്നായി വറുത്ത് അരച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ വായോ, നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 8 മുളക്, പൊടിയല്ല കേട്ടോ, മുഴുവൻ മുളകാണ്, കാശ്മീരി മുളകല്ല, സാധാരണ മുളക്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഉണ്ടല്ലോ, നന്നായി കഴുകി ഉണക്കി ഞാൻ കുപ്പിയിലാക്കി വെച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ. ഇത് ചെറിയ സ്പൂണായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 പ്രാവശ്യമായിട്ട് ഇട്ടത്. വലിയ സ്പൂണാണെങ്കിൽ 2.5 ടീസ്പൂൺ മതി. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൽ തന്നെ ഓയിൽ ഉണ്ടാവും. ആ ഓയിലിലേക്ക് തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് ഒരു ചെറിയ കഷ്ണം സവാള ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട്. സവാള വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇത് 1 മുറി തേങ്ങ ചിരവിയതാണ്, അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ തേങ്ങയുടെ ഒരു ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അത് സൈഡിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കലത്തിലാണ് കേട്ടോ ഇന്ന് ചിക്കൻ കറി വെക്കണേ. അപ്പോൾ ഞാൻ കലം വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ആ സവാളയൊക്കെ നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ട്. ഞാൻ നന്നായി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകി വെച്ചതാണ്. അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ. ആ സമയത്ത് നമുക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലി ഉണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും ചിക്കൻ നന്നായി വെന്തിട്ടുണ്ടാവും. ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ ചിക്കനും മസാലയൊക്കെ നന്നായി വെന്ത് വരാനുള്ള ഒരു സമയമാണ് ആ ഒരു 10 മിനിറ്റ്. ആ സമയത്ത് നമുക്ക് വറുത്ത തേങ്ങ ഉണ്ടല്ലോ, നന്നായി ചുവക്കനെ വറക്കണേ. നന്നായി വറുത്തതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി എടുത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇപ്പോൾ കുറുകനെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി തിളക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് വെക്കണം. ഇനി ഇതിനെ താളിക്കാൻ വേണ്ടി കുറച്ച് കോക്കനട്ട് ഓയിലിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും ഗീ റൈസ്, പിന്നെ അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ദോശയുടെ കൂടെയാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. നല്ല വറുത്തരച്ച ചിക്കൻ കറി. ഇത് പെട്ടെന്നൊന്നും കേട് വരില്ല, കാരണം ഇത് തേങ്ങയൊക്കെ വറുത്തരച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വരുമൊന്നുമില്ല കേട്ടോ. നന്നായി ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പം അത്രയേ ഉള്ളൂ ചിക്കൻ കറി. വളരെ പെട്ടെന്നായില്ലേ. നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അധികം സ്പൈസി ഇല്ലാതെ കഴിക്കാൻ പറ്റും. കണ്ടില്ല, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി സെറ്റായി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്